മറിച്ച് നിങ്ങളൊരപ്പനും അമ്മയുമാണ്. അതിലും പ്രധാനമായി നിങ്ങൾ ഭാര്യയും ഭർത്താവുമാണ്. ആ മേഖലയിൽ നിങ്ങൾ ഒന്നാണെങ്കിൽ ഒരുമിച്ചിരുന്ന് 5 മിനിറ്റെങ്കിലും നിങ്ങൾ പ്രാർത്ഥിച്ചിരിക്കണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ബുദ്ധിമുട്ടുണ്ടോ? ഉണ്ട്. ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടാവും, ചിലർക്ക് ബുദ്ധിമുട്ടില്ലായിരിക്കും. പക്ഷേ ഞാൻ പറയും, നിങ്ങൾക്കതിൻ്റെ വിഷയം പറയാൻ വിഷമമില്ല, എന്താണ് പ്രാർത്ഥിക്കാമെന്ന്. കാരണം ആദ്യമൊക്കെ കല്യാണത്തിന് വരുന്ന പിള്ളേരോട് ഞാനിത് പറയാറുണ്ട്. അപ്പോൾ അവർ പറയുക, അച്ഛാ എന്നതാ നമ്മൾ അന്നേരം പ്രാർത്ഥിക്കണ്ടേ? ഒറ്റയ്ക്കാകുമ്പോൾ ചോദിക്കുന്നേരെ അച്ഛാ പ്രാർത്ഥിക്കാൻ ഒരു ആദ്യ രാത്രിയിലൊക്കെ പ്രാർത്ഥിക്കണം എന്ന് പറയുമ്പോൾ അതെന്താ നമ്മൾ പ്രാർത്ഥിക്കുക? ഒരു വിഷയം കിട്ടണ്ടേ അച്ഛാ? വിഷയം ഇതാ കൊടുക്കണം. നമ്മളിങ്ങനെ എങ്ങനെയാണ് എല്ലാം കൊടുക്കണല്ലോ, നമ്മൾ എല്ലാം റെഡിയാണ്. ഫാസ്റ്റ് ഫുഡ് രീതിയാണ്, റെഡിമെയ്ഡാണ്. വിഷയം തരികയാണ്. വിഷയമൊന്ന്, നിങ്ങളെ നിങ്ങളാക്കിയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. 2, നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൻ്റെ വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. 3, നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ ദൈവം നിങ്ങൾക്ക് നൽകുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഏകദാനമായ ധ്യാനം ആരംഭം മുതൽ തുടങ്ങേണ്ടത്. കല്യാണം കഴിക്കാത്തവർ ഇപ്പോഴേ ഓർത്തേക്കുക, കഴിച്ചവർ ഇനി മുതൽ ഓർത്തേക്കുക. വിഷമിക്കണ്ട. ഇവിടെ ഇരിക്കുന്ന ചില അമ്മച്ചിമാർ ഓർക്കും, എന്നോട് ഇതൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നല്ലോ നേരത്തെ എന്ന്. സാരമില്ല, നിങ്ങൾ ഇനി മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ ഓർമ്മിക്കണം, ഒന്നാമത്തെ കാര്യം പ്രാർത്ഥന. 5 മിനിറ്റെങ്കിലും പ്രാർത്ഥനയുടെ വിഷയം നിങ്ങളെ നിങ്ങളാക്കിയവർ. 2, നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൻ്റെ വിജയം. 3, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ. ഇത്രയും വിഷയമായിട്ട് നിങ്ങൾക്ക് വരുത്തിയാൽ മതി. രണ്ടാമത്തെ കാര്യം, ഒരു ദിവസം നിങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നവരാണ്. അവിടെയും ഇവിടെയും ജീവിക്കുന്നവരെ കുറിച്ചല്ല ഞാൻ പറയണത്. ചിലരിവിടെയും ചിലർ നാട്ടിലും ആയിരിക്കും ഭർത്താവ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ചിലപ്പോൾ ഒരുമിച്ചിരിക്കാനൊന്നും പറ്റിയെന്ന് വരില്ല. അപ്പം ഞാൻ ഒരുമിച്ച് ജീവിക്കുന്ന കുടുംബജീവിതത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ആ ഒരുമിച്ചിരിക്കുന്നവരോട് എവിടെയാണെങ്കിലും പറയാം അവരോട്, ഈ ടൈമിൽ ഞാൻ പ്രാർത്ഥിക്കുമെന്ന്. ഞാൻ പലരോടും കൗൺസിലിങ്ങിൻ്റെ ടൈമിലൊക്കെ ഞാൻ ചിലരോട് പറയാറുണ്ട്, ഈ ടൈമാണ് ഞാനിവിടെ നിന്ന് പ്രാർത്ഥിക്കും, നിങ്ങളവിടെ ഇരുന്ന് പ്രാർത്ഥിക്കണം. ഒരേ ടൈം കൊടുക്കും. അപ്പോൾ ഒരേ ടൈമിൽ അവരും പ്രാർത്ഥിക്കും. കൗൺസിലിങ്ങിൻ്റെ മേഖലയിൽ ചില ബന്ധന മേഖലകളിലൊക്കെ അവർക്ക് വിമോചനം കിട്ടണമെങ്കിൽ പലപ്പോഴും ധ്യാനത്തിനിടയ്ക്ക് കൗൺസിലിങ്ങിന് നേരം കിട്ടിയാൽ കൊടുക്കാൻ സാധിക്കാതെ വരും. അങ്ങനെയുള്ളപ്പോൾ ടെലിഫോൺ കൗൺസിലിംഗ് നടത്തും. ആ സാഹചര്യത്തിൽ അവരോട് ഇങ്ങനെയാണ് പറയാറുള്ളത്, ടൈം കൊടുക്കുകയാണ്. ഒരേ ടൈമിൽ നമ്മൾ അപ്പുറവും ഇപ്പുറവും പ്രാർത്ഥിക്കാം. നിങ്ങൾക്കറിയുമോ, ഇതേ സമയം നമ്മുടെ നാട്ടിലിപ്പോൾ രാത്രിയാണ് അല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? ആരെങ്കിലും കുമ്പസാരിക്കാനുണ്ടെങ്കിൽ ഇറ്റ്സ് എ ഫൈനൽ കോൾ ഫോർ കൺഫെഷൻ. ആരെങ്കിലും വേണമെങ്കിൽ ഉണ്ടെങ്കിൽ ഇപ്പോൾ പോകാവുന്നതാണ് കുമ്പസാരിക്കാനായിട്ട്. അല്ലെങ്കിൽ ഇനി അച്ഛന്മാരെ പറഞ്ഞയക്കും, അവർക്ക് പോകേണ്ടവരാണ്. അതുകൊണ്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ പോയിക്കൊള്ളുക, പുറത്തേക്ക് പോയിക്കൊള്ളുക കുമ്പസാരിക്കാനുള്ളവർ. ഓക്കെ, ഞാൻ പറഞ്ഞു വന്നത് പ്രാർത്ഥനയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. 3 അല്ലേ? അതെ, അവിടെ ഇവിടെയും ഉണ്ട്. 2 പേര് 2 സ്ഥലത്താണെങ്കിൽ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്നും കൂടിയാണ് പറഞ്ഞത്. ഇനി ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞു, പ്രാർത്ഥനയുടെ കാര്യം. രണ്ടാമതായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നതാണ്, ഒരു ദിവസം ഒരു നേരമെങ്കിലും നിങ്ങൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം. ഒരു ദിവസം ഒരു നേരമെങ്കിലും. എല്ലാ നേരവും നിങ്ങൾക്ക് ജോലി കാര്യങ്ങളൊക്കെ ഉണ്ട്, ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല. മിനിമം ഒരു നേരമെങ്കിലും ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം. മക്കളുണ്ടെങ്കിൽ അവിടെ ഉണ്ടെങ്കിൽ അവരെയും കൂടി കൂട്ടണം. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അതിനൊരു സുഖമുണ്ടെന്നേ. പക്ഷെ പലപ്പോഴും സംഭവിക്കുന്നത്, ഭർത്താവ് കഴിച്ചിട്ട് ഏറ്റുപോകും, ഭാര്യ പിന്നെ എപ്പോഴേലും കഴിച്ചു, അങ്ങനെയൊക്കെയാണ്. അല്ലെങ്കിൽ ഉണ്ടാക്കുമ്പോഴേ ഭാര്യ അടിക്കും, പിന്നെ ഭർത്താവിന് കിട്ടി ഉള്ളിയും കഴിച്ചു, അങ്ങനെയൊക്കെ. ഒരുമിച്ചൊരു കഴിക്കലൊന്നുമില്ല.
അതെങ്ങനെയാണ് വേണ്ടത്? ഭക്ഷണ മേഖലയിൽ മിനിമം നിങ്ങൾക്ക് അത്താഴമെങ്കിലും ഒരുമിച്ചിരുന്ന് കഴിക്കാനുള്ളതുണ്ടാവണം. ഒരുമിച്ച് കഴിക്കണം അത്താഴം, ഏതെങ്കിലും ഒരു നേരം. ഇത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കൊടുക്കണമെന്നേ. നിങ്ങൾക്ക് പിന്നെ ദാരിദ്ര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. ഇച്ചിരി ദാരിദ്ര്യമൊക്കെ വല്ലപ്പോഴും ഉണ്ടാകുന്നത് നല്ലതാണ്, അന്നേരേ കൈയിട്ട് വാരുമൊക്കെ ഉള്ളൂ. പഴയ കാലത്തൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, ഭാര്യയ്ക്ക് ഇഷ്ടപ്പെട്ട സാധനം ഇത് നീ കൂട്ടിക്കോടി എന്ന് പറയാനായിട്ടൊരു കഴിവ്, ആ സ്നേഹ അടുപ്പം ഒരു ഭർത്താവിനുണ്ടാകണം. നീ ഇച്ചിരി കഴിക്കേ, മിടിക്കാകട്ടെ, ആരോഗ്യമൊക്കെ ഉണ്ടാകട്ടെ, നിനക്ക് ക്ഷീണമാണല്ലോ കുറച്ച് നാളായിട്ട്, ഇത് പറയണം. നീ ഉണ്ടെങ്കിൽ മെഴുത്ത് വരുവാണെങ്കിൽ ഇങ്ങനെ പറഞ്ഞ് പിന്നെ ഇട്ടിട്ട് കൊടുക്കരുത് കേട്ടോ. അവര് പാവം അനുസരിച്ച് എൻ്റെ ഭർത്താവിനെ അനുസരിക്കണമല്ലോ ഓർത്ത് അതങ്ങ് കഴിക്കും. അതുകൊണ്ട് ഭക്ഷണ സമയത്ത് ഒരു ദിവസം ഒരു നേരമെങ്കിലും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക, ഇച്ചിരി കൊച്ചു വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. വിഷയം വേണോ? പ്രൈസ് ദി ലോർഡ്. അതെങ്കിലും വേണ്ടെന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് ഞാൻ പറയണില്ല. അപ്പോ ഭക്ഷണ സമയം നിങ്ങൾക്ക് ഇതുപോലെ ചിരിക്കാൻ, ഇതുപോലെ ആഹ്ലാദിക്കാനുള്ളൊരു അവസരമായിരിക്കണം. നമ്മുടെ കുടുംബത്തിൽ സ്വാതന്ത്ര്യത്തിലേക്ക് വളരുകയാണ് നമ്മുടെ ബന്ധനങ്ങൾക്ക് വിമോചനം നമ്മൾ തന്നെ കണ്ടെത്തുന്ന അവസരങ്ങളാണ്. അതുകൊണ്ടാണ് അച്ഛൻ ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. പല കുറവുകളും ഉണ്ടാകുന്നത് മിണ്ടാട്ടമില്ല. പലരും വർത്താനം പറയാൻ പോലും നേരമില്ല. പണി കഴിഞ്ഞു, മറ്റു പണികളായി. ഇവിടെ ജോലി ഔദ്യോഗിക ജോലി കഴിഞ്ഞു, തിരിച്ചു വന്നു, അടുത്ത ബിസിനസ്. അതിൻ്റെ ഇടയ്ക്ക് ചിലപ്പോൾ ഏറ്റവും കൂടിയാ പറഞ്ഞു കൊടുക്കുന്നത് കൊച്ചുങ്ങളോട് വല്ലതും പഠിച്ചോ എന്ന് വല്ലതും പറയും. അവരത് ഇതിലേ കേട്ടിട്ട് ഇതിലേ വിടുകയും ചെയ്യും. കാണിച്ചിട്ട് അവർ കമ്പ്യൂട്ടറിൽ വേറെ വല്ലതും കണ്ടുകൊണ്ടിരിക്കും. ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു ദിവസം ഒരു നേരമെങ്കിലും നിങ്ങൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം. ആ ഭക്ഷണ സമയം ആസ്വാദ്യമാക്കണം. ഇത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വിളമ്പി കൊടുക്കണം, ഭർത്താവിനും കൊടുക്കണം. നിങ്ങൾ തന്നെയല്ലേ ഉണ്ടാക്കിയത്, അപ്പം ഭർത്താവിന് നന്നായിട്ട് കൊടുക്കണം. ഇത് ഇങ്ങേർക്ക് ഇഷ്ടമുള്ള കറിയാ, കൂട്ടിക്കോ എന്ന് പറയണം. അപ്പം പുള്ളി അടിച്ചോളും. പുള്ളിക്ക് ഇങ്ങനെ ഒരു സപ്പോർട്ട് കിട്ടിയാൽ മതി. അപ്പം ഈ ഭർത്താവിനെ ഒന്ന് സ്നേഹിക്കുക നിങ്ങൾ. പലപ്പോഴും കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഈ സ്നേഹം പ്രകടിപ്പിക്കാഞ്ഞിട്ടാണ്. നിങ്ങൾക്ക് ആർക്കും ഇല്ലാഞ്ഞിട്ടല്ല, ഈ സംഗതി എമ്പടിയുണ്ട്, പക്ഷെ മിണ്ടാൻ അറിയില്ല. ഭർത്താവിനോട് പറഞ്ഞാൽ ജീവനാ, അല്ലെ ഭാര്യ എന്ന് പറഞ്ഞാൽ ഭർത്താവിനും ജീവനൊക്കെയാ, പക്ഷെ ഇങ്ങനെയാ കുഴപ്പം. അതുകൊണ്ട് ഇത്തിരി വിളമ്പി കൊടുത്ത് രണ്ടുപേരും ഒരുമിച്ചിരുന്ന് കഴിക്കണം. പലയിടത്തും പലപ്പോഴും സംഭവിക്കുന്നത് ഭർത്താവ് കഴിച്ച് കഴിയുമ്പോഴേക്കേ ഭാര്യ വരുള്ളൂ, അല്ലെ ഭാര്യ ആ ബുദ്ധിമുട്ടുണ്ട്. അത് മാറ്റണം. ഭർത്താവ് പറയണം, നീ കൂടെ വന്നിട്ട് ഞാൻ കഴിക്കുള്ളൂ, എനിക്ക് നീ ഇല്ലാണ്ട് പറ്റില്ലടി എന്ന് പറയണേ. അങ്ങ് പറഞ്ഞോ ഉള്ളത്. ചിലർ പറയുകയായിരുന്നേ, സംഗതി ഇങ്ങനെ ആണെങ്കിലും പറയില്ല. മൂന്നാമത്തെ കാര്യം ഉറക്കം. അല്ല, ഇവിടെ ആരും ഉറങ്ങുന്നല്ല പറഞ്ഞു. ഒന്നാമത്തെ കാര്യം പറഞ്ഞ പ്രാർത്ഥനയാണ്, രണ്ടാമത്തെ കാര്യം പറഞ്ഞത് ഭക്ഷണമാണ്, മൂന്നാമത്തെ കാര്യം ഉറക്കമാണ്. മര്യാദയ്ക്ക് ഉറങ്ങണം. ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾ ചെയ്യണം. കാരണം